നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇലക്ഷൻ അടുക്കുന്ന സമയം തുടങ്ങി അത് അവസാനിക്കുന്നത് വരെയും ജനങ്ങളെ എങ്ങനെയും ചാക്കിട്ട് ഇടതുപക്ഷത്തേക്ക് എത്തിക്കണം എന്നൊരൊറ്റ വ്യാമോഹം മാത്രമേ ഉള്ളൂ ഇടത് പാർട്ടികൾക്ക്. അതിനായി അവർ ഏതടവും എടുക്കുവാനും തയ്യാറാണ്. കാരണം കെ രാധാകൃഷ്ണൻ മന്ത്രിപദം രാജിവെക്കുന്നതിന് മുൻപ് തിരക്കിട്ട ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. എന്തായാലും അതിനെതിരെ ഇപ്പോൾ മുതുവാൻ ആദിവാസി സമുദായ സംഘം രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് പട്ടികജാതി വർഗ വിഭാഗങ്ങളിൽ ഒന്നിച്ചു താമസിക്കുന്ന സ്ഥലങ്ങൾ പതിറ്റാണ്ടുകളിലായി അറിയപ്പെടുന്നത് ഊര്, കുടി എന്നീ പേരുകൾ മാറ്റാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്നാണ് സംഘം നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഊര് എന്ന വാക്ക് ആദിവാസി വിഭാഗങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ ആവാത്തത് തന്നെയാണ്. ഊരുകൂട്ടം, ഊരുമൂപ്പൻ എന്നീ പദങ്ങൾ ഇനി മാറ്റാനാവില്ല. തങ്ങളുടെ അഭിപ്രായം കേൾക്കാതെ ഏകപക്ഷീയമായാണ് പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന പദങ്ങൾ മാറ്റാൻ തീരുമാനിച്ചതെന്ന് സംഘം സംസ്ഥാന പ്രസിഡന്റ് എം പാൽരാജ് പറഞ്ഞു. അതേപോലെ ജനറൽ സെക്രട്ടറിയായ ശേഖർ റാമും എന്നിവരും ഇക്കാര്യം തന്നെ സൂചിപ്പിച്ചു. ലോക്സഭയിലേക്ക് വിജയിച്ച കെ രാധാകൃഷ്ണൻ മന്ത്രിപദം രാജിവെക്കുന്നതിന് മുൻപാണ് ഊര്, കുടി തുടങ്ങിയ പദങ്ങൾ ഇനി ആദിവാസി സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കരുത് എന്ന് വിലക്കി ഉത്തരവിറക്കിയത്. ആദിവാസി സമൂഹങ്ങളുടെ ഉന്നമനത്തിനായി കാര്യമായി ഒന്നും ചെയ്യാതെ കയ്യടി നേടുന്നതിനു വേണ്ടി മാത്രമാണ് പേരുമാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോയ രാധാകൃഷ്ണൻ നടപടി പരക്കെ വിമർശന വിധേയമായിരിക്കുന്നത്. അതേസമയം ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള വിവിധ പദ്ധതികളുടെ സ്ഥല സന്ദർശനം കെ രാധാകൃഷ്ണൻ എം പി കഴിഞ്ഞ ദിവസം നടത്തി. പഴമ്പാലങ്കോട് പാലം, ശബരിമല പാക്കേജുകൾ ഉൾപ്പെടുത്തിയ പഴമ്പാലങ്കോട് റോഡ് നിർമ്മാണം, കൊണ്ടാഴി തിരുവല്ലാമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള എഴുന്നള്ളത്തുകടവ് പാലം നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്ന സ്ഥലങ്ങളാണ് എം പി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചത്. പഴമ്പാലക്കോട് പാലം പുനർനിർമ്മാണത്തിനായി ബഡ്ജറ്റ് 4.25 കോടി രൂപയും ശബരിമല പാക്കേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് പുനർനിർമ്മിക്കുന്നതിനായി 4.5 കോടി രൂപയും എന്നുള്ളതാണ്. കടവ് പാലം നിർമ്മാണത്തിനായി 5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും എം പി അറിയിച്ചിട്ടുണ്ട്.